ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് നന്ദു ഫ്രം നന്ദൂസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കറ്റാർവാഴ കാണുമല്ലോ, അത് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ജെല്ല് പോലെയൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് കറ്റാർവാഴയാണ് ആവശ്യം. ഇപ്പം ഞാനിപ്പോൾ ഏകദേശം 2 തണ്ട് കറ്റാർവാഴ എടുക്കുന്നുണ്ട്. അപ്പോൾ കറ്റാർവാഴ എടുത്തിട്ട് അതിൻ്റെ യെല്ലോ ലിക്വിഡ് ഉണ്ടല്ലോ, നമ്മൾ തണ്ടിൻ്റെ കാണുന്ന യെല്ലോ ലിക്വിഡ്, അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കൊത്തി നിർത്തണം. അത് കൊത്തി നിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് കൊത്തി നിർത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. നല്ലോണം വാഷ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ യെല്ലോ ലിക്വിഡ് നമ്മുടെ ദേഹത്തൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ നല്ല ചൊറിച്ചിലുണ്ടാകും. ഇതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് ജെല്ലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ജെല്ലൊന്ന് എടുക്കത്തക്ക രീതിയിലാണ് ഞാനൊന്ന് പീസ് ഇങ്ങനെ പീസാക്കിയിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് 2 വശത്തെ മുള്ളൊന്ന് നീക്കം ചെയ്തിട്ട് നമുക്ക് ജെല്ലൊന്ന് നല്ല കട്ടയായിട്ട് തന്നെ എടുക്കണം. കട്ടയായിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 വശത്തേൻ്റെ മുള്ളൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് പച്ച കളറിലെ അതിൻ്റെ പുറത്തോട് മാറ്റി ഇതേ കണക്കിന് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വീണ്ടും കഴുകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പച്ച നിറത്തിലെ അതിൻ്റെ തൊലിയൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലിപ്പം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് എടുത്ത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് വീണ്ടും നന്നായിട്ട് വാഷ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള യെല്ലോ ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ നമുക്ക് മുഖത്തിടാൻ വേണ്ടിയിട്ടാണ് ഈ ജെല്ല് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മളൊന്നും കൂടെ ഒന്ന് കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം വീണ്ടും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വീണ്ടും ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് വെള്ളം പോകത്തക്ക രീതിയിലൊന്നും പിഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ഇതിലൊക്കെ നമുക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കുക. ഇതിന് പിശിട്ടൊക്കെ നമുക്കങ്ങ് മാറ്റണം കേട്ടോ. അതിന് വേണ്ടി ജസ്റ്റ് ജെല്ല് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ പത അടങ്ങുമ്പോൾ നന്നായിട്ട് വരും. അത് പത ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെക്സ്റ്റായി കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ജെലാറ്റിനാണ്. ഞാനൊരു 1.5 സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഡബിൾ ബോയിലിങ്ങിലൂടെയാണ് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഡബിൾ ബോയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ജെലാറ്റിൻ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ മെൽറ്റ് ചെയ്ത ജെലാറ്റിൻ നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കറ്റാർവാഴ ജെല്ലിലേക്ക് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ബദാം ഓയിൽ, 1 സ്പൂണ് ബദാം ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സൂളോ ഒഴിച്ചു കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം തണുക്കാനായിട്ട് വയ്ക്കുക. 10-20 മിനിറ്റിന് ശേഷം നമുക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് എങ്ങനെയാണ് ഒരു കറ്റാർവാഴ ജെല്ല് കിട്ടുന്നത് അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിരിക്കും. ഇത് നമുക്ക് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഏകദേശം 6 മാസം വരെ ഒരു കേട് പോലും ഉണ്ടാകാതെ ഈ ജെല്ല് ഇങ്ങനെ തന്നെ ഇരിക്കും. പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കേടാകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 6 മാസം വരെ നമുക്ക് ഈ ജെല്ല് ഉപയോഗിക്കാം. നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കാത്ത കറ്റാർവാഴ ജെല്ല് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു. നമ്മളുടെ എല്ലാവരുടെയും വീടുകളിലും കറ്റാർവാഴ ഉണ്ടാകും. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തായാലും കെമിക്കലൊന്നും ഇല്ലാത്ത കറ്റാർവാഴ ജെല്ല് മുടിക്കായാലും അതേപോലെ തന്നെ ഫേസിലൊക്കെ ആയാലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.